അവർ ഹെവൻലി ഫാദർ. ഫാദർ എന്ന് വിളിക്കുക. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള 2 സംഭവങ്ങളിൽ ഒന്ന്, ഒരു മറാഠി പെൺകുട്ടി ഒരു ഡിബേറ്റിൽ പൊട്ടിത്തെറിക്കുന്നതാണ്. ഭയങ്കരമായിട്ട് അവൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവൾ പറയുന്നൊരു വാക്ക്, എനിക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ഐ ഹേറ്റ് ദാറ്റ് വെരി നെയിം ഫാദർ. കാരണം അവിടെ അപ്പൻ അവളെ ഇട്ടേച്ച് പോയതാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു കോൾ ഗോഡ് ആസ് ഫാദർ. ഐ ഹേറ്റ് ദാറ്റ് വെരി വേർഡ് ഫാദർ. അതൊരു സൈഡ്. എന്നാൽ മറു സൈഡിൽ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു. അത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. എൻ്റെ ഒരു കെനിയൻ സുഹൃത്തുണ്ട്. ആ കെനിയൻ സുഹൃത്ത് ഇന്ത്യയിലെ മാസ്റ്റേഴ്സ് ചെയ്ത ഒരു സഹോദരനാണ്. നല്ലൊരു ദൈവദാസനാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഇന്ത്യയിൽ വന്ന അദ്ദേഹമായിട്ട് ഞാൻ കണക്റ്റഡായി. ഇപ്പോഴും നല്ലൊരു കണക്ഷനുണ്ട്. അദ്ദേഹം നല്ല ശക്തനായൊരു പ്രഭാഷകനാണ്, ശുശ്രൂഷകനാണ്. പലവട്ടം അദ്ദേഹത്തോടൊപ്പം നിന്ന് ശുശ്രൂഷിപ്പാൻ, പരിഭാഷപ്പെടുത്താനൊക്കെ എനിക്കും ഭാഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന്, വർഷങ്ങളുടെ ഒരു ബന്ധമുണ്ടായി. അപ്പോൾ അദ്ദേഹം വരുമ്പോഴേ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അത്ര ശക്തം, നല്ല സന്ദേശങ്ങളാണ്. അപ്പോൾ തന്നെ ഒരു പ്രൊഫറ്റിക്കൽ അതോറിറ്റേറ്റീവ് മിനിസ്ട്രിയുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ് ഒരു വട്ടം. പറഞ്ഞു വന്ന പരിഭാഷയിൽ സത്യത എനിക്കത് പരിഭാഷ മുഴുവിപ്പിക്കാൻ പാടായി. അതുപോലുള്ള ഒരു ജീവിതാനുഭവം അദ്ദേഹം പങ്കുവെച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിയാം, നിങ്ങളെന്നെ വലിയൊരാളായിട്ടൊക്കെയാണ് കാണുക, ശക്തനായൊരു ശുശ്രൂഷകനായിട്ടൊക്കെയാണ്. പക്ഷേ അതെൻ്റെ ഒരു ഇപ്പോഴത്തെ ഫേസ്. എൻ്റെ ഇന്നലകളിൽ അതല്ലായിരുന്നു. ഞാൻ അച്ഛനാരെന്നറിയാതെ വളർന്നതാണ്. അപ്പനാരാന്നറിയില്ല. ഏതോ ഇരുട്ടിൻ്റെ മറവിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ നിക്ഷേപിച്ചിട്ട് എനിക്ക് ജന്മം നൽകിയിട്ട് മറഞ്ഞ അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പൻ ആരെന്നറിയാതെ ഞാൻ വളർന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മയാണ് എന്നെ കഷ്ടപ്പെട്ട് വളർത്തുക. അതുകൊണ്ട് പലപ്പോഴും സ്കൂൾ ഫീസ് അടയ്ക്കാഞ്ഞതുകൊണ്ട് സ്കൂൾ വരാന്തയിൽ ഞാൻ നിൽക്കേണ്ട വന്നു. അദ്ദേഹം പറയുക, പലപ്പോഴും കീറിയ നിക്കറുകളൊക്കെ ഇട്ടുകൊണ്ട് പോയത് കൊണ്ട് കുട്ടികൾ കളിയാക്കി. എല്ലാ കുട്ടികളെയും അപ്പന്മാർ സ്കൂളിൽ വരുമ്പോൾ, എല്ലാ പേരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ, ഫാദേഴ്സ് വരുമ്പോൾ, ഒരിക്കൽ പോലും അപ്പനെ കാണാത്ത ഒരു മോനായിട്ട് ഞാൻ വളർന്നു. ഈ മനുഷ്യൻ പറയുകയാണ്, പ്രസംഗത്തിൽ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഇന്ത്യയിൽ വന്ന് മാസ്റ്റേഴ്സൊക്കെ എടുത്തു, വലിയ ആളായി. ഒരിക്കൽ അദ്ദേഹം അപ്പനെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വളർന്നൊരു സാഹചര്യത്തിൽ 10th എടുക്കുമ്പോഴാണ്, പ്രായം 10-15 വയസ്സിലാണ് അദ്ദേഹം യേശുവിനെ കർത്താവായി കാണുന്നത്. അന്ന് മുതൽ തനിക്ക് അപ്പൻ കർത്താവ്. അന്ന് താനൊരു കാര്യം തീരുമാനിച്ചു, ഇനി അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല, അമ്മയോടൊരു കാര്യം ചോദിക്കില്ല. അന്ന് മുതൽ താൻ ചോദിച്ചത് എല്ലാം യേശുവിനോട്, എല്ലാം കിട്ടി വളർന്നു. പ്രായപൂർത്തിയായ ശേഷം അദ്ദേഹം ആരോഗ്യത്തിലിടകാത്തനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അപ്പനെ മുന്നിൽ കണ്ടു. ഒരു ഷർട്ട് മേടിച്ചു തരാത്ത, ഒരു പെൻസിൽ പോലും മേടിച്ചു തരാത്ത, ഒരിക്കൽ പോലും സ്കൂളിൽ കൊണ്ടുവിടാത്ത അപ്പനെ കാണുകയാണ്. അപ്പൻ ഇദ്ദേഹത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുക. ഏത് നിമിഷവും ബലിഷ്ഠമായ കരങ്ങൾ തൻ്റെ കഴുത്ത് ഞെരിക്കുമെന്ന് അപ്പൻ ഓർത്തു. കാരണം അവനെ ജനിപ്പിച്ചിട്ട് ഇട്ടേച്ച് പോയ അപ്പനാ. പക്ഷേ ഈ മോൻ അത് ചെയ്തില്ല. ഈ മോൻ അപ്പനെ വിളിച്ചുകൊണ്ട് പോയി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി, ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ബൊഫെ മേടിച്ചു കൊടുത്തു. ഏറ്റവും നല്ല ബൊഫെ മേടിച്ചു കൊടുത്തു. അപ്പനങ്ങ് സങ്കടമായി. അത് കഴിഞ്ഞ് അടുത്തൊരു തുണിക്കടയിൽ കൊണ്ടുപോയി നല്ല ഷർട്ടും പാൻറ്റും എല്ലാം നിർബന്ധിച്ചെടുപ്പിക്കുക. അപ്പനെടുക്കുക. ഈ അപ്പന് ചോദിച്ചു, നീ എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇതിലും ഭേദം നീ എന്നെ അടിക്കുകയാണ്. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ ഇത്രയും ദ്രോഹിച്ച എന്നോട് നീ ഇങ്ങനെ ചെയ്യുക. അവൻ അപ്പനെ പിടിച്ചിട്ട് പറഞ്ഞപ്പാ, അപ്പനെനിക്ക് സ്നേഹം നിരസിച്ചു. ഒരിക്കൽ പോലും ഞാൻ അപ്പനെ കണ്ടില്ല. എൻ്റെ അപ്പൻ എന്നെ സ്കൂളിൽ കൊണ്ടുവിടുകയായിരുന്നെങ്കിൽ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരികയായിരുന്നെങ്കിൽ, എനിക്കൊരിക്കലും ഈ അപ്പനെ ഇങ്ങനെ മനസ്സിലാക്കാൻ ഒത്തില്ല. അപ്പൻ്റെ സ്നേഹനിരാസനം, അപ്പൻ തരാത്ത സ്നേഹം എനിക്ക് തന്ന ഒരപ്പനെ ഞാൻ അതുകൊണ്ട് പരിചയപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് നന്ദിയാണ്. കാരണം ഞാൻ ഈ അപ്പനെ കൂടുതലായിട്ട് അറിഞ്ഞത് ഈ അപ്പൻ്റെ സ്നേഹം നിരസിച്ചത് കൊണ്ട്. ഒരു കാര്യം സത്യ, കോടാകോടി ജനങ്ങൾക്ക് പിതാവില്ലാത്തവർക്ക് ഈ അപ്പൻ പിതാവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എനിക്കറിയാവുന്നൊരു മോള് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു മോള്. അവൾ അനാഥയായിരുന്നു. അവൾ അഡോപ്റ്റഡാണ്. അപ്പൻ ചെറുപ്പത്തിൽ അവൾക്കൊരു 2ാം ക്ലാസ്സിലോ 3ലോ പഠിക്കുമ്പോൾ അപ്പൻ മരിച്ചു. അത് കഴിഞ്ഞ് അമ്മയും മകളും കൂടെ മാത്രം ജീവിക്കുക. ഒരു ദിവസം മകളെയും കൊണ്ട് പെട്ടെന്നൊരു ശ്വാസം മുട്ട് തോന്നി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയ അമ്മ ശ്വാസം മുട്ടി
മരിക്കുമെന്നായപ്പോൾ അവളുടെ മടിയിലോട്ട് കിടന്നു. അനാഥയായ എടുത്തു വളർത്തപ്പെട്ട് കുട്ടിയുടെ മടിയിൽ കിടന്നു. അന്ന് നമുക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓട്ടോറിക്ഷക്കാരൻ്റെ പറഞ്ഞു, ഞാൻ മരിക്കുക, മോളെ എവിടെങ്കിലും ഒന്ന് ഇറക്കി വിട്ടേക്കണം. ആ മോളെ മടിയിൽ കിടന്ന് അമ്മയും മരിച്ചു, അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു. അനാഥയായ പെൺകുട്ടി. അവളിപ്പം വലുതായി, +2 ആയി. പക്ഷേ ആ കുഞ്ഞിലെ അവളോട് എപ്പോൾ ഒരു പാട്ട് പാടാൻ ചോദിച്ചാലും അവൾ പറയുമായിരുന്നു, ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിൻ കരുതലല്ല അതൊന്നുമില്ല, കൂട്ടിവെപ്പാനൊന്നുമില്ല, കൂടെ വരാൻ ആരുമില്ല, പക്ഷേ എൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട്. ഒരു അറിവ് അതിൽ വേണം പ്രാർത്ഥിക്കാൻ. ഈ ദൈവം നമുക്കാരാ? പിതാവാണ്. ഈ ദൈവം നമുക്ക് പിതാവാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യം തന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ. അടുത്ത വാക്ക്, അങ്ങയുടെ നാമം എന്താകണം? വിശുദ്ധീകരിക്കപ്പെടണം. വളരെ ഗൗരവമായി ഓർക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അങ്ങയുടെ നാമം എന്താക്കണം? വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ നാമം വിശുദ്ധമല്ലേ? ആന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരെങ്ങനെയാ പാടുക? 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി അവർ പറയുന്നു, ഇടതടവില്ലാതെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹീസ് ഹോളി, 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 ഹോളി. പക്ഷേ ഈ ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് കർത്താവ്. പ്രാർത്ഥിക്കണം, അങ്ങയുടെ നാമം എന്താകണം? വിശുദ്ധീകരിക്കപ്പെടും. അർത്ഥം, ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിൽ വിശുദ്ധ. പക്ഷെ ഈ നാമം ഭൂമിയിൽ അശുദ്ധമാകുന്നതോ വിശുദ്ധമാകുന്നതോ ആരിലൂടെ? നമ്മളിലൂടെയാണ്. ഈ നാമം സ്വർഗത്തിൽ വിശുദ്ധമാണ്, ഭൂമിയിൽ വിശുദ്ധമാകുന്നതോ അശുദ്ധമാകുന്നതോ ഒറ്റ ആളുകളിലൂടെ. ആരിലൂടെ? ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ടവരിലൂടെ. അല്ലേ? ആണോ? 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 സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം എന്താകണം? വിശുദ്ധീകരിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കണം. ഞാൻ എപ്പോഴും ഓർക്കപ്പെടുന്നൊരു കാര്യമുണ്ട്, ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകമാണ്. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര അംഗീകാരമാണ്. അവിടെ ഇൻസ്റ്റായിലൊക്കെ എന്തുമാത്രം ഫോളോവേഴ്സാണ്. പക്ഷേ ഒരു ദൈവ പൈതൽ എന്തെങ്കിലും കാണിച്ചാലോ ദൈവനാമം എന്താകും? അതിവിടെയാണ് പ്രശ്നം, അല്ലേ? ദൈവനാമം അശുദ്ധമാക്കപ്പെടും. ഒരു പെൺകുട്ടി മതത്തിനതീതമായി കല്യാണം കഴിച്ചാൽ, ഒരു ചെറുക്കൻ മതാതീതനായി കല്യാണം കഴിച്ചാൽ അവനെ വാനോളം പുകഴ്ത്തും ആൾക്കാർ. മതത്തിൻ്റെ വെയിൽക്കെട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രേമിച്ച പെണ്ണിനെ കയ്യെ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ അവനാണ് ആണെന്ന് പാടും. പക്ഷെ വിശ്വാസിയായ ഒരാൾ അങ്ങനെ ചെയ്താലോ? ആണത്തമാണെന്ന് പറയോ? പെന്തക്കോസുകാരൻ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമോ? ചോദിക്കത്തില്ലേ? നമ്മുടെ ഒരു സഭയിൽ നിന്നൊരു പെൺകുട്ടി രാവിലെ കോളേജിലേക്ക് പഠിക്കാൻ പോവുക, ഇച്ചിരി പുറത്താ. ഞായറാഴ്ച അവൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞാൻ എൻ്റെ കോളേജിലേക്ക് പോവുക, എല്ലാവരും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എല്ലാവരും കുഞ്ഞിൻ്റെ നേരെ എന്ത് നീട്ടിക്കേ? കൈ നീട്ടിക്കേ. പ്രാർത്ഥിച്ചു. സുരക്ഷിതമായി എത്തേണ്ടിടത്ത് എന്ത് ചെയ്യണമേ? എത്തിക്കണേ. പോയ വഴിക്ക് അവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വേറെ ചെറുക്കൻ്റെ കൂടെ പോയി. അടുത്ത ആഴ്ച പള്ളി പ്രസംഗിച്ച അച്ഛൻ അടുത്ത നമ്മുടെ ഹോളിയിൽ നിന്നൊരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സുരക്ഷിതമായി എത്തിക്കണേ. എങ്ങും പോലീസ് പിടിക്കാതെ, തെറ്റാതെ സുരക്ഷിതമായി എന്ത് ചെയ്തു? എത്തി. എടാ, ഈ പെൺകുട്ടിക്ക് തന്നെ ഇത്ര പ്രശ്നം, വേറൊരാൾ ചെയ്താൽ ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അഭിമാനം, ആത്മാഭിമാനം, ചങ്കൂറ്റം, ആണത്തം, ഇതൊക്കെ വാഴ്ത്തിപ്പാടും. പക്ഷേ വിശ്വാസി ചെയ്താലോ എന്താ പ്രശ്നം? ഞാൻ സാറിന് പറയുന്നൊരു സംഭവമുണ്ട്. നടന്ന സംഭവം, കഥയല്ല, നടന്നതാണ്. കഥ പറയും, കഥയല്ല, ഇത് നടന്നതാ. ഞങ്ങൾ ഈ റാന്നിക്കാരെ ടിപ്പിക്കലായിട്ടുള്ള കുറേ പേരുണ്ട്. സ്നേഹം കൂടിയ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുമ്പോൾ അളിയാന്ന് വിളിക്കുന്ന കുറേ അളിയന്മാരുണ്ട്. വെള്ളം അടിച്ചാൽ പിന്നെ അവരെല്ലാം വിളിക്കത്തുള്ളൂ, അളിയാന്നേ വിളിക്കത്തുള്ളൂ. 2 പെന്തക്കോസുകാർ തമ്മിൽ കണ്ടാൽ എന്താ വിളിക്കും? സഹോദര. 2 കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ കണ്ടാൽ എന്താ വിളിക്കും? സഖാവെ. 2 പിള്ളേർ തമ്മിൽ കണ്ടാൽ എന്താ വിളിക്കും? ചങ്ക് ബ്രോ, ഹൈ ബ്രോ, മച്ചാനെ വിളിക്കത്തില്ലേ? 2 കുടിയന്മാർ തമ്മിൽ കണ്ടാലോ അളിയാന്ന് വിളിക്കും. അളിയ. അങ്ങനത്തെ അളിയൻ എന്നെ വിളിച്ചു. അളിയൻ നമ്മുടെ വലിയ സ്നേഹമാണ്. അളിയൻ വിളിച്ചു, അളിയനിപ്പോൾ എവിടാ?
എന്താ അളിയ അത്യാവശ്യം ഇട്ടിപ്പാറ ഞങ്ങളുടെ ടൗണാ, അവിടെ വരണം. ഞാൻ പറഞ്ഞു ഒക്കില്ല, എനിക്കിപ്പം നേരവും ഇല്ല, ഞാൻ ഒട്ട് വരത്തുമില്ല. എൻ്റെ അളിയ അങ്ങനല്ല അളിയ, അളിയം വരണം അളിയ. ഇല്ല വരണം, എന്നാ കാര്യം പറ. കാര്യം പറഞ്ഞ് നമ്മുടെ സഭയെ വന്ന് ശാനപ്പെട്ട ഇന്നാരെ എന്ത് പറ്റി, ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ കുപ്പി മേടിക്കാൻ ക്യൂ നിൽപ്പുണ്ട്, അളിയൻ ഇപ്പം വരണം. എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ വന്നേക്കാം. അവൻ നമ്മളെ ഒന്ന് കാണണ്ട, അവൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ 2 വട്ടം നടക്കും. വന്ന റോഡ് സൈഡിലാണ് ക്യൂ, ഇവിടെ 2 വട്ടം നടക്കും. എന്നെ കാണുവാണെങ്കിൽ പിന്നെ വരത്തില്ലല്ലോ, ഞാനിപ്പം വരാം. ഞാൻ ചോദിച്ച അളിയൻ എവിടാ, ഞാൻ അവൻ്റെ പുറകിലാണ് ക്യൂ നിൽപ്പുണ്ടെന്ന്. ഞാൻ അവൻ്റെ പുറകിൽ ആ ക്യൂവിൽ എന്ത് ചെയ്തുണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അളിയൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. അതിനെ കാര്യം എടാ, അവിടെ നിൽക്കുന്ന അളിയനാണ് എന്നെ വിളിക്കുന്ന, അളിയ ഇന്നാരിവിടെ നിൽപ്പുണ്ടെന്ന്. എനിക്കിവിടെ നിൽക്കാം, പക്ഷെ ഇവനിവിടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. അർത്ഥം നീ നിന്നാൽ അത് മറ്റവർക്ക് പോലും അറിയും. എനിക്കിച്ചിരി കലയൊക്കെയുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. ബെന്യാമീൻ്റെ ആടുജീവിതം എന്നെ ഏറെ സ്വാധീനിച്ചതാണ്. നല്ലൊരു ബുക്കാണ്, പ്രവാസി ജീവിത. പക്ഷെ സിനിമ വന്നിട്ടുണ്ട്, കാണാൻ പോകാൻ ഒക്കുവോ പറ, ഒക്കുവോ? മിണ്ടാത്തെ, എനിക്ക് കാണാൻ പോകാൻ ഒക്കുവോ? നിങ്ങൾ പറ, സാക്ഷ്യം താ. ഒക്കുവോ? എന്തുകൊണ്ട് ഒക്കത്തില്ല? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ പാസ് പോകണ്ട, അത്രേ ഉള്ളൂ. പാസ്റ്റർ പോയാൽ ഞങ്ങളുടെ പിള്ളേർ പിന്നെ അവിടുന്ന് എന്ത് ചെയ്യത്തില്ല, അതാണ് പ്രശ്നം. പാസ്റ്റർ പോയാൽ പിന്നെ പിള്ളേർ എന്ത് ചെയ്യത്തില്ല. ഞാൻ പലപ്പോഴും പറയുന്നൊരു കഥയുണ്ട്, അത് ഞാനൊരു അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടതാണ്. അത് ഞാൻ പലയിടത്തും പറയാറുണ്ട്. മഞ്ഞളി അച്ഛനാ, കത്തോലിക് കരിസ്മാറ്റിക് പ്രീച്ചർ. അച്ഛൻ്റെ രസകരമായൊരു കഥ കേട്ടു. അച്ഛൻ ഒരു ദിവസം ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ അച്ഛൻ മറൈൻ ഡ്രൈവിൽ കൂടി ഇങ്ങനെ നടക്കാൻ പോയി. മറൈൻ ഡ്രൈവ് അറിയാമല്ലോ, എവിടാ? കൊച്ചിയില്ല. അവിടെ ഇപ്പം സന്ധ്യയ്ക്ക് എന്നാൽ ഈ ആണും പെണ്ണും പിള്ളേരെല്ലാം ഇങ്ങനെ വന്നിരിക്കുക. അതിനിടയ്ക്കൂടെ അച്ഛൻ ഇങ്ങനെ കാറ്റ് കൊണ്ട് നടക്കുക. അപ്പോൾ ഒത്തിരി കിളികൾ അവിടെ ഇരിപ്പുണ്ട്. ആരാ? ആണും പെണ്ണും കിളികളിരിക്കുക. അപ്പോൾ അച്ഛനിങ്ങനെ നടന്നപ്പം ഒരു കിളി അച്ഛൻ അങ്ങോട്ട് പോകുമ്പോൾ വിളിക്കും, അച്ചോ. അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ വിളിക്കും, അച്ചോ. അച്ഛനെ കളിയാക്കുക. അച്ഛനങ്ങ് കട്ടക്കരിപ്പായി, അഹങ്കാരി, മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല. അവൻ അച്ഛനെ കുയിന്ന് വിളിക്കുക. അച്ഛൻ ഏതാനും കുറച്ച് കഴിഞ്ഞപ്പോൾ നടപ്പ് നിർത്തി അങ്ങ് പോയി. അച്ഛൻ പറഞ്ഞ സംഭവം ബിഷപ്പ് ഹൗസിൽ ചെന്നും അച്ഛനും അവരെല്ലാം കൂടെ ഇരുന്ന് വല്യച്ഛനോട്ട് വർത്തമാനം പറഞ്ഞു. വല്യച്ഛനോട് അച്ഛൻ പറഞ്ഞ് കഞ്ഞി കുടിക്കുന്ന ഇടയിൽ ഇങ്ങനെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. അച്ഛാ, ഞാൻ ഇന്ന് മറൈൻ ഡ്രൈവിൽ പോയി, എന്നിട്ട് ഒരു പന്ന ചെറുക്കൻ, ഒരു പീക്കിരി ചെറുക്കൻ എന്നെ അച്ഛൻ കൂയിന്ന് വിളിച്ചു. എനിക്ക് അവനെ അട്ടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ വല്യച്ഛൻ ചോദിച്ചു, മഞ്ഞളി അച്ചോ ഇങ്ങേരെന്തിനാ ഈ മറൈൻ ഡ്രൈവിൽ പോയി? അതെ അച്ഛാ, ഞാൻ കാറ്റ് കൊള്ളാൻ പോയ. ഈ വല്യച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ച് തീർത്തിട്ട് പറഞ്ഞു, മഞ്ഞളിയെ എന്നാ അച്ഛാ? എടോ മഞ്ഞളി എന്നാ അച്ഛാ? എടോ, എല്ലാ കാറ്റും നമുക്ക് കൊള്ളത്തില്ല. എല്ലാ കാറ്റും നമുക്ക് കൊള്ളത്തില്ല. അതൊരു ഭയങ്കര സത്യമാണ്. എല്ലാ കാറ്റും നമുക്ക് കൊള്ളാവും. പറ, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാവും? ഒക്കോ? വലിയൊരു ഉപദേശി, മാന്യനായ മനുഷ്യൻ ഞങ്ങളുടെ റാന്നി കൂടെ വരിക. എൻ്റെ അപ്പ ഉണ്ട് കൂടെ. അപ്പോൾ അന്ന് അവിടെ ബാറുണ്ട്, യുവറാണി ആണ്. അപ്പോൾ അവിടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റും ഉണ്ട്, ബാറും ഉണ്ട്. അപ്പോൾ 2:30 ഈ അച്ചായൻ പറഞ്ഞു, എൻ്റെ അപ്പയോട് പറഞ്ഞു, കുഞ്ഞുവനെ നമുക്ക് പശക്കൊന്നും വീട്ടിൽ 5-6 പേരുണ്ട്, നമുക്കിനി വീട്ടിൽ പോകണ്ട, അവിടെ ഒന്നും കാണത്തില്ല, നമ്മൾ പറയാതെ വരിക. ഒരു കാര്യം ചെയ്യാണ്ട് ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് ആരാണ്ടെല്ലാം പറഞ്ഞു, അവിടെ കയറി കഴിക്കാം. എൻ്റെ അപ്പ പറഞ്ഞ് പോവല്ലേ, അതിൻ്റെ അപ്പുറത്ത് ബാറാ. എടോ, ബാർ അപ്പുറത്തും റെസ്റ്റോറൻറ്റ് ഇപ്പുറത്താണ്. അപ്പോൾ പറഞ്ഞു, റാന്നിയാ, കുടിച്ചിട്ട് ഓരോന്മാർ അവിടെ നിൽക്കും, നമുക്ക് പോകണ്ട. അങ്ങനല്ല, നമുക്ക് കഴിക്കാൻ കയറാം. ബാർ അപ്പുറത്തും റെസ്റ്റോറൻറ്റ് ഇപ്പുറത്തും അല്ലേ? ശരി, കഴിക്കാൻ പോയിരുന്നു. നല്ല മീൻ കിട്ടും. കരിമീനെല്ലാം കൂടെ ഓർഡർ ചെയ്ത് അങ്ങോട്ട് വെച്ച് മീലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വകയപ്പെട്ട ഒരു അപ്പാപ്പൻ ഇത് കണ്ടു. പുള്ളി പിന്മാറ്റക്കാരനാണ്. പുള്ളി ഓടി ഉപദേശിയുടെ അടുത്തെന്ന് പറഞ്ഞു, എൻ്റെ ഉപദേശി, എൻ്റെ പൊന്നു ഉപദേശി, എത്ര നാളായി വല്ലതും തന്നിട്ട് കുപ്പി എടുത്തു കൊടുത്ത് എൻ്റെ ദശാംശ, ഇതല്ലാതെ ഇപ്പം തരാനൊന്നുമില്ല, കുടിക്കണം, സ്വീകരിക്കണം, സ്നേഹം ഉണ്ടെങ്കിൽ. ആ പുള്ളി എന്തോ ചെയ്യാനാ, കൈ കഴുകാതെ കരിമീൻ വറുത്ത കയ്യിലെടുത്തോണ്ട് കാറേ കയറി
വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്താ പറ്റിയേ? കഴിച്ചത് തെറ്റാണോ? അല്ല. എല്ലാവർക്കും പോത്തില്ലേ? പോകാം. പക്ഷെ നമ്മളിലൂടെ എന്ത് ദൂഷിക്കപ്പെടരുത്. അത് വലിയൊരു കാര്യമാണ്. ദൈവനാമം എന്ത് ചെയ്യരുത്? അത് വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് പഠിപ്പിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ നാമം ദൂഷിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ. ഒരു പക്ഷെ നമ്മളങ്ങ് രക്ഷപ്പെടും കേട്ടോ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ ദൂഷിക്കപ്പെടാൻ പാടുണ്ടോ? ഇല്ല. ഒരു 4 തലമുറ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ വരാൻ പോകുന്ന തലമുറയിൽ കൂടെ പോലും ദൈവനാമം എന്ത് ചെയ്യരുതേ? ദുഷിക്കരുതേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എന്താകണം? വിശുദ്ധമാകണം. ഉറക്കെ പറഞ്ഞേ, അങ്ങയുടെ നാമം വിശുദ്ധമാണ്. 2, അങ്ങയുടെ എന്ത് വരണം? രാജ്യം വരണം. ദൈവരാജ്യം വരാൻ പ്രാർത്ഥിക്കണം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. പക്ഷെ ഒരു കാര്യം, ഈ രാജ്യം വരാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്ത് രാജ്യം വരാൻ പ്രാർത്ഥിക്കണം. അതിന് തടസ്സമായിട്ടുള്ളത് മാറാൻ പ്രാർത്ഥിക്കണം. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരികയാണ്. ദൈവമക്കളെല്ലാം, രാജ്യത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അടിയന്തര ഒരു സാഹചര്യമാണ് വന്നെത്തിയിരിക്കുക. കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഈ ഇലക്ഷനെ ദൈവഹിതപ്രകാരമുള്ളതേ വരാവൂ. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. 26-ാം തീയതി കേരളത്തിൻ്റെ ഇലക്ഷൻ. അത് കഴിഞ്ഞ് പല ഫേസുകൾ. ഞാൻ ഓർപ്പിക്കുക, ഒരു നേരമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഇന്ത്യക്ക് വേണ്ടി. ഒരു നേരമെങ്കിലും എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ രാജ്യത്ത് വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അവിടുത്തെ രാജ്യം, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. 2, അങ്ങയുടെ രാജ്യം വരണം. 3-ാമത്തെ എന്താ? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എവിടെ ആകണം? ഭൂമിയിലാകണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അങ്ങടുത്തെ ഇഷ്ടം. യുവർ വിൽ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എവിടെ ആകണം? ഭൂമിയില. അപ്പം എല്ലാ മനുഷ്യർക്കും ഇഷ്ടങ്ങളുണ്ട്. ഇഷ്ടങ്ങൾ തെറ്റല്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പോഴും ആരുടെ ഇഷ്ടമുണ്ട്? ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതൊരു ക്ലാഷാണ്. നമ്മുടെ ഇഷ്ടം, നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, നിൻ്റെ ഹിതം പോലെ എന്നെ എന്ത് ചെയ്യണം? നടത്തണം. എൻ്റെ ഹിതം പോലെ അല്ല എൻ പിതാവേ എന്നെ യഹോവേ. എന്നിട്ട് നമ്മൾ പാടും, ഏത് ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനമേ. സത്യ, നമുക്ക് ഈ ദൈവഹിതം ശരിക്കും മനസ്സിലാക്കാനൊന്നും എപ്പോഴും ഒക്കത്തില്ല. ഇല്ല. പ്രത്യേകിച്ച് കല്യാണക്കാര്യത്തിൽ എങ്ങനെ ദൈവഹിതം അറിയും? കല്യാണക്കാര്യത്തിൽ നിവൃത്തിയുള്ളത്തോളം പ്രവാചകരോട് ചോദിക്കരുതെന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. എന്നെ കാര്യം ചോദിച്ചാൽ, പ്രവാചകൻ്റെ ആത്മാവ് ആർക്ക് കീഴടങ്ങിയിരിക്കുന്നു? പ്രവാചകൻ. അമേരിക്കയിൽ നിന്നൊരു കല്യാണം വന്നു, നാട്ടിൽ നിന്നൊരു കല്യാണം വന്നു. പ്രവാചകൻ ഏത് പറയും? സിമ്പിൾ. പ്രവാചകൻ ഏതായിരിക്കും സ്വാഭാവികമായിട്ട് പറയാൻ സാധ്യത? അമേരിക്ക. എന്തുകൊണ്ടാണ്? പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകൻ്റെ മനസ്സിനകത്തിരിപ്പുണ്ട്. പുള്ളിയുടെ പിള്ളേരെ എവിടെ വെച്ചുകൊണ്ടിരിക്കുക? അമേരിക്ക വന്നിട്ട്. UK പഠിക്കാൻ ഒരു ഓഫർ വന്നു, അമേരിക്ക പഠിക്കാൻ ഒരു ഓഫർ വന്നു. ബുദ്ധിയുള്ളവർ പറഞ്ഞു ഏതായിരിക്കും നല്ലേ? അമേരിക്ക. UK ഇപ്പം കൺജസ്റ്റഡായി, സ്റ്റേ ബാക്ക് കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. PR കിട്ടാൻ എന്തെങ്കിലും വഴി കാണുമോ? ഇല്ല. മറ്റേ ആണെ കുറച്ചുകൂടെ എന്ത് ചെയ്യാം? പിടിച്ചു നിൽക്കാം. അപ്പം പ്രവാചകൻ്റെ ആത്മാവ് എന്തിന് കീഴ്പ്പെട്ടിരിക്കുക? പ്രവാചകന് കീഴ്പ്പെട്ടിരിക്കുക. അതുകൊണ്ട് കല്യാണക്കാര്യത്തിൽ ചോദിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചോണം, കേട്ടോണം. അത് വേറൊരു കാര്യം. കാരണം ഞാൻ എൻ്റെ അപ്പനോട് എൻ്റെ അപ്പന് വെളിപ്പാടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ അപ്പ പറഞ്ഞു, വേണേ കെട്ടിക്കണം. കെട്ടിക്കഴിഞ്ഞ് പിന്നെ എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വരരുത്. അതുകൊണ്ട് കല്യാണക്കാര്യത്തിൽ നോ വെളിപ്പാട്. എനിക്ക് വേറെ രസകരമായ കാര്യം, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പം വലിയൊരു പ്രവാചകൻ, പുള്ളി അങ്ങ് പ്രവചിക്കുക. ഞാൻ അദ്ദേഹത്തോണ്ട് പോകുന്ന വഴിക്ക് ഞാൻ വണ്ടിയെ നിർത്തിയിട്ട് ചോദിച്ചാൽ, അച്ചായ ഭാര്യ ഗർഭിണിയാണെന്നറിയാലോ? അറിയാം. ആണാണോ പെണ്ണാണോ? പുള്ളിയോട് പറഞ്ഞു, വണ്ടി അങ്ങോട്ട് ഒതുക്കിക്കേ. ഒരു ഹെൻറി പാഷ വണ്ടി ഒതുക്കാൻ. എന്നിട്ട് ആ മനുഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ പോവാ. ചോദിച്ചാൽ എന്നാ? നിൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച ആണാന്നോ പെണ്ണാന്ന് അറിയാനാണോ എനിക്ക് കൃപ വന്നേക്കുന്നത്? പൊക്കോളാം, നീ പൊക്കോളാം മതി. എനിക്ക് ആ മനുഷ്യനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, സത്യത്തിൽ അതിനാണോ കൃപ വന്നേക്കുന്നത്? ആണായാലെന്ത്? അതിനെന്തോ അറിയാതിരിക്കുന്നത്? ആണാന്നോ പെണ്ണാന്നോ അറിയേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇനി മിണ്ടത്തെ ഇല്ല. ആര് തന്നാലും എന്ത് ചെയ്തോണം? സ്വീകരിച്ചോണം. 10 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യാം?
അറിയാം, അതുവരെ സ്വതന്ത്രം ചെയ്യാം. അതിനിപ്പോൾ എന്താ അതിന് ആലോചന അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ പല ടെൻഷനും ഇങ്ങനെയൊക്കെ ഉള്ള വരുത്തും. അപ്പം കല്യാണക്കാര്യം വന്ന് എന്തോ ചെയ്യണം? ഏറ്റവും അത് വളരെ കറക്റ്റാണ്. ഏറ്റവും നമുക്കൊരു ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാകും, എന്നാലെ കെട്ടണോ, തെറ്റാണോ? ഒരു ഇഷ്ടം തോന്നിയാൽ തെറ്റാണോ? അതിൻ്റെ പേര് നരകത്തിൽ ഇടുവോ? പേടിക്കരുത്. ഇഷ്ടം തോന്നിയില്ലെങ്കിൽ നരകത്തിൽ പോവാം. അത് തന്നെയല്ല, ഇഷ്ടം തോന്നുന്നത് ആണോടാണെങ്കിലും പെണ്ണോടാണെങ്കിലും അപകടമാകും. അല്ലെങ്കിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യത്തിന് മനസ്സ് വേണം. ഈ ഇഷ്ടത്തെ കൊണ്ട് കർത്താവിൻ്റെ യാഗപീഠത്തെ വെച്ചിട്ട് പറയണം, എനിക്കിങ്ങനെ ഒരു എന്തുണ്ട്, ഇഷ്ടമുണ്ട്, എൻ്റെ ഇഷ്ടമാണ് കർത്താവ്, അങ്ങനെ എനിക്കൊരു ഇഷ്ടമുണ്ട്. പക്ഷേ അതിനകത്ത് അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യാവൂ? നടക്കാം. 21 ദിവസം അങ്ങ് പ്രാർത്ഥിക്കണം. മിനിമം എത്ര ദിവസം? 21 ദിവസം. എത്ര ദിവസം? 21 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിയോഗമൊക്കെ എന്തെങ്കിലും കിട്ടും. എന്നിട്ടും കെട്ടണം. എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമുക്ക് ആരോട് പറയാം? ഞാൻ ചുമ്മാ പോയി തിരഞ്ഞെടുത്താലല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉപയോഗിച്ച് തന്നാലേ മര്യാദയ്ക്ക് ശരിയായിക്കണം എന്നാരോട് പറയാം? അപ്പോൾ അവർ പാടും. ആദ്യമൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് അന്നേരം പാടും, ആദിങ്കൽ കൈപ്പാകിയിലും. മറ്റേതോ ആദ്യം മധുരിക്കും, ചിലപ്പം പിന്നെ എന്തു ചെയ്യും? കഴിക്കും. അതിനൊറ്റ വഴിയുള്ളൂ, ഈ വിഷയത്തിന് ഒറ്റ വഴിയുള്ളൂ. ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കുറഞ്ഞത് എത്ര ദിവസം? കെട്ടാനുള്ള പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിലും പ്രവചനമായിട്ട് എടുത്തോ, 21 ദിവസം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. എന്നിട്ടങ്ങ് കെട്ടുക. ഏതായാലും ശരിയാകും. നമ്മൾ വാശിയൊന്നും പിടിക്കില്ല, കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. യെസ് ഓർ നോ കിട്ടും കേട്ടോ. എന്തെങ്കിലും ഒരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ ഒരു നടത്തിപ്പ് കിട്ടും. കാരണം നമുക്കിതിനെപ്പറ്റി ഒന്നും കൃത്യമായിട്ട് അറിയാൻ പാടാം. നമ്മൾ പിന്നെ ഒരു കാര്യം എനിക്കറിയാം, ദൈവത്തിൻ്റെ കൈ സമർപ്പിച്ചതാണെങ്കിൽ എല്ലാം ദൈവം നന്നായിട്ട് എന്ത് ചെയ്തോളൂ. നന്നായി പ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സകലതും ദൈവം എന്താക്കി മാറ്റും? നന്മയ്ക്കായിട്ട്. ഇനി +2 കഴിഞ്ഞു, ഏത് കോഴ്സിന് പോകണം? എല്ലാവരും നേഴ്സാക്കുക. എല്ലാവരും നേഴ്സായി എന്തൊരു ഗതികേടാണ്. കാരണം ടീച്ചർമാർ വേണ്ടേ, നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വേണ്ടേ, നല്ല പാഷന്മാരുടെ ഭാര്യമാർ വേണ്ടേ? എല്ലാവരും നേഴ്സായി എന്തോ ചെയ്യും? നല്ല പാഷന്മാരാകണമെങ്കിൽ ആര് വേണം? നല്ല പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാർ വേണം. അപ്പോൾ ഇതെല്ലാം ആകേണ്ടവരെല്ലാവരും നേഴ്സായാൽ ശരിയാവൂ? ഇല്ല. കർത്താവെ എന്തിനാ പോകണ്ടേ? +2 അവസാനം പരീക്ഷ കഴിഞ്ഞ ഗ്യാപ്പിൽ എന്ത് ചെയ്തോണം? പ്രാർത്ഥിക്കണം. ഞാൻ ഏത് കോളേജിൽ പോകണം, ഏത് കോഴ്സാണ് എടുക്കണ്ടേ? കൂട്ടുകാരെല്ലാം പോയത് കൊണ്ടൊന്നും ആ കോഴ്സ് എടുക്കരുത്. കൂട്ടുകാർ പോയ കോളേജിലും പോകരുത്. ആരുടെ ഇഷ്ടം? ദൈവ ഇഷ്ടം. അതിനുവേണ്ടി കുറച്ച് ദിവസം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവം എന്ത് ചെയ്തോളും? നടത്തിക്കോളും. ആമേൻ പറയാമോ? ആരുടെ ഇഷ്ടം? ദൈവത്തിന്. അപ്പം നമ്മുടെ ഇഷ്ടം പ്ലാൻ ബി ആണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? പ്ലാൻ എ. പ്ലാൻ എയും പ്ലാൻ ബിയും തമ്മിലൊരു ക്ലാഷ് ഉണ്ട്. ആ പ്ലാൻ എ നടപ്പാക്കാനുള്ളൊരു മനസ്സാണ് പ്രാർത്ഥന. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. അത് പ്രാർത്ഥിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ. എപ്പോഴും ആരുടെ ഇഷ്ടം മതി? ദൈവത്തിൻ്റെ ഇഷ്ടം മതി. കര ഉയർത്തി പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ ഇഷ്ടമേ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാവൂ? നടക്കാവൂ. പ്രാർത്ഥിച്ചോണേ. ദൈവികം അല്ലാത്ത ഒന്നും നടക്കരുത്. ഒരു ചെറിയ വണ്ടി മേടിക്കണേ പോലും കുറച്ച് ദിവസം ഒന്നും ധൃതി വെക്കരുത്. ഒന്നിനും എന്ത് ചെയ്യരുത്? ധൃതി വെക്കാതെ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം എങ്ങനെ ചെയ്യും? സമയത്ത് നന്നായിട്ട് ചെയ്യും. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അടുത്തത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. പ്രിയ അച്ഛൻ ഓർപ്പിച്ചു, വെള്ളപ്പൊക്കത്തിൻ്റെ മഴവെള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ അടുക്കലൊക്കെ പോയത് അത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് തരണമേ? ആഹാരം തരണമേ. അടുത്തൊരു വാക്ക്, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് എന്ത് ചെയ്യണം? എങ്ങനെ? ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് എന്ത് ചെയ്യണേ? ക്ഷമിക്കണമേ. അപ്പോൾ ക്ഷമിക്കാനുള്ളൊരു മനസ്സിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അടുത്തത്, ഞങ്ങളെ പരീക്ഷയിൽ എന്ത് ചെയ്യരുതേ? കടത്തരുതേ. അതെല്ലാവരും ചേർന്ന് പറഞ്ഞേ. പരീക്ഷയിൽ എന്ത് ചെയ്യരുതേ? കടത്തരുത്. ഒന്നുകൂടെ പറഞ്ഞേ. അതെ, പരീക്ഷയെ കടത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം ടെസ്റ്റ് ചെയ്യും. ഗോഡ് ടെസ്റ്റ് us. ഗോഡ് ടെസ്റ്റ്. സൈറ്റൻ ടെംപ്റ്റ്സ്. ടെസ്റ്റും ഉണ്ട്, ടെംപ്റ്റേഷനും ഉണ്ട്. ദുഷ്ടൻ്റെ പരീക്ഷയാണ്. കർത്താവിൻ്റെത് എന്താ? പരിശോധനയാണ്. പരിശോധന സഹിക്കുക.
ആ കഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാം പരിശോധന കഴിഞ്ഞാൽ എന്തുണ്ട്? പ്രമോഷനുണ്ട്. പക്ഷെ സാത്താൻ എന്തു ചെയ്യും? പ്രലോഭിപ്പിക്കും, അല്ലേ? ആ പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കണം. എല്ലാ മനുഷ്യരും ഓരോ നിലയിലായിരിക്കും പ്രലോഭനം. നോക്കിയേ, എല്ലാ മനുഷ്യനും പാപത്തോട് അല്ലെങ്കിൽ പലതിനോട് ഒരു സമ്മർദ്ദമുണ്ട്, ഒരു സമ്മതമുണ്ട്. സമ്മതമുണ്ട്. ഞാൻ ചിലവിടെങ്കിലുമൊക്കെ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, പരമാർത്ഥമാണ്. എനിക്കിഷ്ടമില്ലാത്ത എത്ര പേരെ ഞാൻ പമ്പയാറ്റിൽ പാലത്തേന്ന് ജീപ്പെ തള്ളിയിട്ടിട്ടുണ്ടെന്നറിയാം. ഇടിപ്പിച്ച് പാലത്തേന്ന് തള്ളി മാറ്റിക്കളഞ്ഞു. ഉറക്കത്തിലായിരുന്നു, സ്വപ്നത്തില. ഈ അടുത്തിടയ്ക്ക് ഒരുത്തിനിട്ട് ഒറ്റ തൊഴി കൊടുത്തത്, കാല് മടക്കി അടിച്ചത് ഭിത്തിയല. അത് നമുക്കെല്ലാവരുടെയും മനസ്സിനകത്ത് എന്തിനോടൊരു ടെംപ്ടേഷൻ ഉണ്ട്, ഒരു സമ്മതം ഉണ്ടോ? സത്യം ഇല്ലേ? ഉണ്ട്. എന്താ ഒക്കാതെ പോന്നേ? ചെല്ലോട് ഇന്ന് 2 പറഞ്ഞിട്ടുള്ളൂ. ആഹാ, അങ്ങനുണ്ടോ? എന്നാ ഇപ്പം കാണി, ഞാൻ വിളിച്ചു. അവരെടുത്തില്ല. നമ്മൾ 2 വർത്താനം പറയാൻ വേണ്ടി തന്നെ വിളിച്ച 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. എന്തിനാ പാസ്റ്ററെ വിളിച്ചത്? നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. സന്തോഷമാണ്. അന്നേരം എടുത്തായിരുന്നെങ്കിൽ അവരും പറഞ്ഞേനെ, ഞാനും പറഞ്ഞേനെ, അവരത് റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടേനെ, എന്നെ ഇവിടെ നിന്ന് അടുപ്പിക്കത്തൂരില്ലായിരുന്നേ. പക്ഷെ അന്നേരം എന്ത് ചെയ്തില്ല? എടുത്തില്ല. ദൈവം എന്താ ഒഴിവാക്കി? അതാണ് പരീക്ഷ. എന്ത് ചെയ്തു? ഒഴിവാക്കി. കണ്ടോ, ഇങ്ങനെ ചെറിയ പരീക്ഷ എന്ത് ചെയ്യും? വളരെ പ്രാർത്ഥിച്ചോണം. ദുഷ്ടങ്കിലും ഞങ്ങളെ എന്ത് ചെയ്യരുത്? പ്രവേശിപ്പിക്കരുത്. അൺപാർലമെൻ്ററി ആയിട്ട് ഒഫൻഡഡ് ആകല്ലേ. കേരളത്തിലെ ഒരു യുവ മലയാളി സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ക്രൈസ്തവ യുവജനങ്ങളുടെ ഇടയിൽ സഭാഭേദം എന്നെ ദൈവകൃപയാൽ ഈ ഇഷ്യൂസൊക്കെ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. ഒത്തിരി ഇടത്ത് പോയി, ഒത്തിരി സ്ഥലങ്ങളിൽ സെക്ഷൽ പ്രോബ്ലംസ്, ഫ്രസ്ട്രേഷൻസ്, പ്രീമാരിറ്റൽ സെക്സിനെ പറ്റിയുള്ള അവബോധങ്ങൾ, ഇപ്പോഴത്തെ ഈ LGBT ഇങ്ങനത്തെയുള്ള പല വിഷയങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയൊക്കെ ദൈവം എന്നെ അയക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ പിള്ളേരോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ചില കൊച്ചുങ്ങൾ വന്നിട്ട് ചോദിക്കും, അങ്കിളെങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അങ്കിളിന് ഇങ്ങനൊന്നും ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ, എൻ്റെ മോനെ സത്യം പറയട്ടെ, എനിക്ക് പ്രേമം തോന്നിയ ഒന്നിനോട് എന്നോട് തോന്നിയില്ല. ഇനി എന്നോട് തോന്നിയതിനോട് എനിക്കും തോന്നില്ല. ഇനി ഞങ്ങൾക്ക് രണ്ടും തോന്നിയെന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മ ഉപദേശിച്ച് അതിനെ ഓടിച്ചു. അപ്പം ഒന്നും എന്ത് ചെയ്തില്ല, ഒത്തില്ല. നാട്ടിൽ ഒരു ചൊല്ലുണ്ടേ, മക്കളെ, കല്ലുള്ളപ്പം പട്ടിയില്ലായിരുന്നു, പട്ടിയുള്ളപ്പം കല്ലില്ലായിരുന്നു. ചുരുക്കത്തിൽ എന്ത് ചെയ്യാൻ ഒത്തില്ല. അതല്ലേ ഒരു സത്യം. കല്ലുള്ളപ്പം പട്ടിയില്ലായിരുന്നു, പട്ടിയുള്ളപ്പം കല്ലില്ലായിരുന്നു. എന്തോ ചെയ്യാൻ ഒത്തില്ല, എറിയാനൊത്തില്ല. ദൈവം എന്തോ ഒഴിവാക്കി? സാഹചര്യം ഒഴിവാക്കി. ദൈവമേ, ഞാൻ തോക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലും എന്നെ എന്ത് ചെയ്തേക്കരുതേ, ഇട്ടേക്കരുത്. പ്രാർത്ഥിച്ച്. ഈ നമ്മൾ അറിയാൻ വയ്യാതാണ് ഈ സാഹചര്യം വരുന്നത്. ലൈവല്ലേ ഇത്? ലൈവാണോ? ലൈവ്. ഒരു ചീത്ത വിളിച്ച ഒരു പാസ്റ്ററുടെ അത് ഭയങ്കര വൈറലായി. അദ്ദേഹം ഒരു അസഭ്യം പറഞ്ഞത് അങ്ങ് വൈറലായി. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഒത്തിരി പേര് കേട്ടതാണ്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്, അത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. എനിക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് സഹതാപമാണ്. കാരണം അതങ്ങ് പറ്റിപ്പോയതാ. ഞാനൊരു ദിവസം ബൈക്കിൽ പോവാ, ഒരു പാർട്ടി ഇങ്ങോട്ട് വരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ ബൈക്ക് എടുത്തിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം? ഈ പുള്ളി പതുക്കെ എൻ്റെ ചെവി വന്ന് ചോദിച്ചു, വളരെ പതുക്കെ, നിൻ്റെ അപ്പൻ്റെ അടക്കം എന്നാണ്. ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, നിന്നെ അടക്കിയിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടാണ്. അയ്യോ, ഞാൻ അവൻ്റെ പുറകെ ഒരു ഓട്ടോ ഓടി ബൈക്കും വെച്ചിട്ട് ഇവനൊരു കുഴിയിലിറങ്ങി ഇരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ കണ്ടില്ല. 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഉപദേശിക്കുക കണ്ടോ വന്ന് കയറുന്നേ. ചില സമയത്ത് ഈ പ്രശ്നങ്ങൾ ഇനി വരുമെന്നേ മോളെ. ഈ ഓർഡിനറി ബസ്സിലാണ് അത് വന്നത്. സ്പീഡ് പോരാഞ്ഞിട്ട് അവർ ഇടയ്ക്കിറങ്ങി ആംബുലൻസൊക്കെ പിടിച്ച് നേരെ ഇങ്ങനെ പോരുക. എന്തിനാ? നമ്മളെ തകർക്കാനാ. കർത്താവേ, ഞാനോ ജഡമയൻ, സാധാരണക്കാരൻ, കൃപ കൊണ്ട് ജീവിക്കുന്നവൻ, തോക്കാനിടയാക്കല്ലേ. എന്നെ പരീക്ഷയിലേക്ക് എന്ത് ചെയ്യരുതേ. കരവർത്തി പ്രാർത്ഥിച്ച് എന്നെ പരീക്ഷയിൽ എന്ത് ചെയ്യരുതേ. ചെറിയ കാര്യങ്ങളിലായിരിക്കാം നമ്മുടെ
ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പോകുന്നത്. എന്നെ പരീക്ഷയിലേക്ക് എന്ത് ചെയ്യരുതേ, പ്രവേശിപ്പിക്കരുത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? പരീക്ഷയിലേക്ക് എന്ത് ചെയ്യരുതേ, പരീക്ഷയിലേക്ക് എന്ത് ചെയ്യരുതേ, പ്രവേശിപ്പിക്കരുത്. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്തോണേ, വിടിവിക്കണമേ. അല്ലേ? ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവനാമം ദൂഷിക്കുന്ന ഒന്നും എന്ത് ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ, പിള്ളേരുടെ അപ്പൻ്റെ മാനമെന്ന് പറയുന്ന ആടെ മാനമാണ്, പിള്ളേരുടെ മാനമാണ്. എൻ്റെ അപ്പൻ്റെ നാമത്തിന് കേടുവരുന്ന ഒന്നും എന്ത് ചെയ്യരുതേ, സംഭവിക്കാതെ കാത്തോണേ. വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, വലിയ സുവിശേഷ പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഇന്നും പ്രാർത്ഥിക്കും, കർത്താവേ, തിരുനാമത്തിന് ദോഷം വരുന്നൊന്നും പറ്റാതെ ഈ കൊച്ചായുസങ്ങ് തീർക്കാനുള്ള കൃപ തരണം. അങ്ങനെ എന്തെങ്കിലും വരുമെന്ന് അങ്ങേക്ക് തോന്നുവാണെങ്കിൽ ഞാനൊരു കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് മുമ്പ് എന്നെ അങ്ങ് എടുത്തോളാൻ, മുമ്പ് എടുത്തോണം. നാളെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു ദോഷം ഉണ്ടാവുമെങ്കിൽ ഫുൾ കൺസെൻറ്റ് എൻ്റെ കർത്താവിന് കൊടുത്തു, എടുത്തോളാൻ. വിത്ത് എ കണ്ടീഷൻ, ദൈവത്തിന് എന്ത് വരരുത്, ദൈവനാമം ദൂഷിക്കരുത്. എൻ്റെ ഒരു കേരളത്തിലെ വളരെ പ്രശസ്തനായ ദൈവദാസൻ, ആയിരക്കണക്കിന് വിശ്വാസമുണ്ട്, അദ്ദേഹം എന്ന് പറഞ്ഞു, മക്കളുണ്ടായപ്പോൾ എഴുതി വേദോസത്തിൽ, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മക്കളിലൂടെ ദൈവനാമം ദൂഷിക്കുമെങ്കിൽ കൺസെൻറ്റ് കർത്താവെ അതിൻ്റെ തലേദിവസം അവരെ എടുത്തോളാൻ. എന്നവരെല്ലാം സുവിശേഷകരാ, എന്നവരെല്ലാം സുവിശേഷകരാ. ദൈവമേ, അങ്ങയുടെ നാമം ദൂഷിക്കരുതേ. കര ഉയർത്തി ഒന്നുകൂടെ പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ നാമം എന്ത് ചെയ്യരുതേ, ദുഷിക്കരുത്. അങ്ങയുടെ ഇഷ്ടം മതി എൻ്റെ ജീവിതത്തിൽ. ഗൗരവമായി പ്രാർത്ഥിക്കണേ. അവിടുത്തെ ഇഷ്ടം മതി, അവിടുത്തെ ഇഷ്ടമല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഞങ്ങൾ മനുഷ്യരാ, തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ട് എന്ത് ചെയ്യരുതേ, ഇടരുതേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുതേ, പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണേ, വിടിവിക്കണമേ. അല്ലേ? ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണം, വിടിവിക്കണം. പിന്നെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതന് ഉണ്ടെന്നിരിക്കട്ടെ. ഇത് പ്രാക്ടിക്കലാണ്. തിയറി കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിലോട്ട് പോകുക. പ്രാക്ടിക്കലായി ഒരു പരിശീലനമാണ് പ്രാർത്ഥനയുടെ. നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടേ എന്ന് ഇരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ വേണം, 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പി കൊടുക്കാൻ എൻ്റെ പക്കൽ എന്ന് അവനോട് പറഞ്ഞാൽ. കണ്ടോ? എ എന്ന സുഹൃത്തിൻ്റെ അടുക്കൽ ആര് വന്നു? ബി വന്നു. എപ്പോഴാണ് വന്നേ? അർദ്ധരാത്രിയിലാണ് വന്നേ. അവൻ വിശന്നാണെന്നറിയാം ഈ വാക്കിന്ന്, അവൻ വിശന്നാണെന്ന് ഇവന് മനസ്സിലായി. അപ്പം ഈ എ ബിക്ക് വേണ്ടി അർദ്ധരാത്രിയിൽ എവിടെ പോയി? സീരെടുത്ത് പോയി. അതാണ് പ്രാർത്ഥന. എ ആർക്ക് വേണ്ടി? ബിക്ക് വേണ്ടി എവിടെ പോയി? സീരെടുത്ത് പോയി. എപ്പോഴാ പോയേ? അർദ്ധരാത്രി. എന്നിട്ട് പറഞ്ഞു, അവന് എത്ര അപ്പം വേണം? 3 അപ്പം വേണം. 3 അപ്പം വേണം. ഇയാൾക്ക് എങ്ങനെ അറിയാം ഇവന് 3 അപ്പം മതിയെന്നോ? 2 പോരാ, 4 വേണ്ട, എത്ര മതി? ഭക്ഷണം വെറുതെ കളയാൻ പാടില്ലല്ലോ. 3 അപ്പം. ഈ പണ്ടൊരു ചൊല്ലുണ്ട്, നല്ല സ്നേഹമുള്ള അമ്മമാർ വിളമ്പിയാൽ പിന്നെ എന്ത് ചെയ്യണ്ട, രണ്ടാമത് വിളമ്പണ്ട. അല്ലേ? അപ്പന്മാർക്കൊക്കെ വിളമ്പുമ്പോൾ അവരിങ്ങനെ ഇടിച്ച് കുത്തി കൊടുക്കും. നല്ല അപ്പന്മാരാണെങ്കിൽ അതിൻ്റെ പകുതി കഴിച്ചിട്ട് പകുതി ആർക്ക് വെച്ചേക്കും? അമ്മയ്ക്ക് വെച്ചേക്കും. അതൊരു ഭയങ്കര പുണ്യം കേട്ടോ. പകുതി അത് ചുമ്മാ ഇളക്കിയൊന്നും വെക്കുകയല്ല, അല്ല, വൃത്തിയാക്കിയിട്ട് പകുതി JCB അരിഞ്ഞതുപോലെ അരിഞ്ഞെടുത്ത് ആർക്ക് വെക്കും? അമ്മയ്ക്ക് വയ്ക്കും. അതാണ് അമ്മ കഴിക്കാൻ ഭയങ്കര അവകാശമാണ്. ഇന്നത്തെ പോലെ ഹൈജീനിക്ക് ആൾക്കാരൊന്നും അല്ല. അതെന്തിനാണെന്നറിയാമോ? ഈ പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും ആർക്ക് കാണത്തില്ല. അവൾ പട്ടിണി കിടക്കാതിരിക്കാൻ അപ്പം പകുതി എന്ത് ചെയ്തേക്കുക, വെച്ചേക്കുക. അത് ഭയങ്കര പുണ്യമാണ്, ഭയങ്കര ഒരു ഭാഗ്യമാണ്. എന്നാലും അവർ വിളമ്പിയാൽ പിന്നെ രണ്ടാമത് എന്ത് ചെയ്യേണ്ട വരത്തില്ല, വിളമ്പേണ്ട വരത്തില്ല. അവർക്ക് എന്തറിയാം? വയററിഞ്ഞ് വിളമ്പാൻ അറിയാം. അപ്പോൾ അവരിന് 3 അപ്പം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എയ്ക്ക് ആരുടെ വിശപ്പറിയാം? ബിയുടെ വിശപ്പറിയാം. അറിയണം ആരുടെ വിശപ്പ്? അവരൻ്റെ വിശപ്പറിയണം. അവരൻ്റെ നെഞ്ചിൻ്റെ വേദന അറിയണം. ഈ നെഞ്ചിൻ്റെ വേദന അറിയുന്ന ഏഴടുക്കലാണ് ആര് വന്നത്? ബി വന്നത്. കറക്റ്റ് സ്ഥലത്താ. എപ്പോഴാണ് വന്നേ? അർദ്ധരാത്രിയിലാണ് വന്നത്.
എൻ്റെ പൊന്നു പ്രിയരെ, അർദ്ധരാത്രി ഈ സ്നേഹിതൻ എഴുന്നേറ്റു. എന്നിട്ട് ആരെ എഴുന്നേൽപ്പിച്ചു? സിയെ സ്വസ്ഥത കൊടുക്കാതെ സിയെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ സ്നേഹിതന് എത്ര അപ്പം വേണം, അത് മേടിച്ചുകൊണ്ട് വന്ന് ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. അപ്പം പ്രാർത്ഥന എന്താ? എയുടെ അടുക്കൽ വന്ന ബിക്ക് വേണ്ടി എ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് എവിടെ പോയി? സിയുടെ അടുത്ത് പോയെന്ന് മാത്രമല്ല, സിയെ പിടിച്ച് മേടിച്ചു. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ് പിടിച്ച് 3 അപ്പം മേടിച്ചുകൊണ്ട് വന്ന് ബിക്ക് കൊടുക്കുന്നതിൻ്റെ പേരാണ് എന്ത്? പ്രാർത്ഥന. കണ്ടോ, പ്രാർത്ഥനയുടെ പ്രാക്ടിക്കലാ. എ പോയി ആർക്ക് വേണ്ടി? ആരെടുക്കൽ? എന്നിട്ട് അപ്പം മേടിച്ചു. ആർക്ക് കൊണ്ട് കൊടുത്തു? ബിക്ക് കൊണ്ട് കൊടുത്തു. എപ്പോഴാ? അർദ്ധരാത്രിയിലാണ്. ഇത് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. അർദ്ധരാത്രിയിലാണ്. എൻ്റെ പിതാവ് അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ ദീർഘവർഷങ്ങൾ. ഞങ്ങളുടെ വീട്ടിലൊരു രാത്രി പ്രാർത്ഥനയുണ്ട്, ഇന്നും തുടരുന്നുണ്ട്. 10-10:30 ആകുമ്പോൾ അപ്പ ഇരുന്ന അപ്പയുടെ കൂടെ ഇരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരൊരു 1 മണി വരെ ഇരിക്കും, എന്നും ഇരിക്കും, കഴിവതും ഇരിക്കുകയായിരുന്നു. അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് ഈ അർദ്ധരാത്രിയിലൊക്കെ ഈ പിള്ളേരൊക്കെ കരയും. നിങ്ങൾ ഈ പിള്ളേർ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കാര്യമില്ലാതെ നിർത്തോതെ കരയുന്ന കണ്ടിട്ടുണ്ട്. എന്തോ അന്ന് ആർക്കും എന്ത് ചെയ്യത്തില്ല, അവരെടുക്കും ഇവരെടുക്കും. പിള്ളേരെല്ലാം മറന്നുപോയി. എല്ലാം ഇങ്ങനെ വളഞ്ഞു കുത്തി കിടന്ന് കരയും. ഈ വളഞ്ഞു കുത്തി കിടക്കുന്ന കരഞ്ഞ പിള്ളേരെയും കൊണ്ട് അന്ന് മെയിനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ മരുന്നൊന്നും കൊടുത്തിട്ടും കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ അവർ പറയും, താണ്ട് താഴെ ഒരു ഉപദേശമുണ്ട്, ചെന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഓട്ടോയൊക്കെ പൊട്ടിച്ച് എന്ത് മനുഷ്യർ വരുമെന്നറിയാം. അർദ്ധരാത്രി വരുമ്പോൾ ഉറക്കപ്പിച്ച് എൻ്റെ അപ്പൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ഓരൊറ്റ അമറായിരിക്കും. പേടിച്ചാണോ എന്നറിയത്തില്ല, പിശാച് പോയതാണോ പേടിച്ചാണെന്ന് അറിയത്തില്ല. കരച്ചിൽ നിൽക്കും, മിക്കവാറും പേടിച്ചായിരിക്കും. അലകേട്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാ, കരച്ചിൽ നിൽക്കും. എന്നാലും ഒരു കാര്യം, ഈ രാത്രിയിൽ എന്ത് ചെയ്യാൻ വരിക? പ്രാർത്ഥിക്കാൻ വരിക, പ്രാർത്ഥനയ്ക്കാൻ വരിക. അപ്പം ആർക്ക് വേണ്ടി എഴുന്നേറ്റു? ബിക്ക് വേണ്ടി എഴുന്നേറ്റു. ആരെ എഴുന്നേൽപ്പിച്ചു? സിയെ എഴുന്നേൽപ്പിച്ചു. അതാ പ്രാർത്ഥന. എയ്ക്ക് വേണ്ടി ബിക്ക് വേണ്ടി ആരെഴുന്നേറ്റു? എ എഴുന്നേറ്റു. എപ്പം? അർദ്ധരാത്രി. ഒരു ചെറിയ ചോദ്യം അവർ പറയാതെ ആത്മാവ് പ്രേരിപ്പിച്ചിട്ട് അർദ്ധരാത്രി വേറൊരാൾക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിച്ച ഒരു സമീപകാല സംഭവം 1 മാസത്തിനകത്ത് ഓർമ്മയുള്ളവരൊന്ന് കൈവക്കാം. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ, അമ്മമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആൻറ്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരിന് വേണ്ടി ഒന്ന് ഉണർന്നു. നമ്മളെപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഒത്തിരി പേര് ഉണരുന്നുണ്ട്. നമ്മളറിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒന്നല്ല, അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ട് കേട്ടോ. എന്നാലും ഒരനുഭവം, 1-2 അനുഭവങ്ങൾ. 2010 ഞാനിവിടെ ഇവിടുന്ന് ഒരു അച്ഛൻ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ കിഡ്നി പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഈ ദുബായിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ കാലിനെല്ലാം നീരാ. അപ്പം ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഒരു ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ഞാൻ നിർബന്ധിച്ച്, അച്ഛൻ ഈ കാലിൻ്റെ നീരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമില്ല പറഞ്ഞാൽ ഞാൻ പുള്ളിയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിച്ചു. അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞു, പ്രിൻസിപ്പൽ എന്നെ കൊണ്ട് വന്നല്ല മോനോട് അങ്ങ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതാണ്ടല്ല അറിയാമെന്നല്ല അങ്ങ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് നോക്കിയിട്ട് അവരിങ്ങനെ വട്ടത്തിൽ വരച്ചിട്ട് കണ്ടപ്പോൾ നമുക്ക് കുറച്ച് പേരുണ്ടല്ലോ, എനിക്ക് മനസ്സിലായി ഇച്ചിരി അപകടം. ഞാൻ ഇതാണ്ടും പറയണമെന്നും പോയില്ല, അവിടെ വെച്ചു. ഞാൻ എറണാകുളത്തൊരു ഡോക്ടറെ കണ്ടു, വേറെ ആളെ കൊണ്ട് പോയത് അന്നേരം. അപ്പോൾ ഞാൻ ചുമ്മാ ഈ ഡോക്ടറുടെ കയ്യിൽ ഇത് റിസൾട്ട് കാണിച്ചു. പുള്ളി എന്നെ കുറേ നേരം നോക്കി. നിൻ്റെ പ്രായം അന്നാ 14 വർഷം മുമ്പാ. അപ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഒട്ടനെ നീ സ്കാൻ ചെയ്യണം, ബ്ലഡ് വർക്ക് ചെയ്യണം, ഞാൻ തന്നെ ചെയ്യിക്കാമെന്ന് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എല്ലാം തന്നു. ഞാൻ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്യാതിരിക്കുക. പ്രിയരെ, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്നൊരു ജോഷി പാസ്റ്റർ വിളിച്ചു. നീ എവിടെയാ? ഞാൻ പറഞ്ഞു, എന്നെ അച്ഛാ. അല്ല മോനെ എവിടെയാടാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുക. എടാ ഉള്ള പറ, എന്താ കാര്യം? അപ്പം പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ആശുപത്രി ഇരിക്കുക. പുള്ളി പറഞ്ഞു, എന്നെ ആത്മാവ് എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ രാവിലെ തൊട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാടാ. പ്രാർത്ഥിച്ചു. ഇച്ചിരി കഴിഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് ജെയിംസ് പാസ്റ്റർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം എന്നെ വിളിച്ചേട്ടാ, ഞാൻ ആറ്റി കുളിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് തുണിയും കഴുകാനുണ്ട്. അപ്പം കുറേ കഴിഞ്ഞാൽ കയറി വരുന്നത്. ഞാൻ തുണിയെല്ലാം അവിടെ ഇട്ട് വെച്ച് ആറ്റി കരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറിപ്പോന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നെ എനിക്ക് അങ്ങ് നിർബന്ധം. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഒരുവനേക്കാൾ ഇരുവൻ ഏറെ നല്ലത്, അങ്ങനൊരു വാക്യമുണ്ട്. അപ്പം ഞാൻ ആരെ വിളിച്ചു? അങ്ങനെ വിളിച്ചപ്പോൾ ഒരു സന്തോഷനെ കിട്ടി. ഞാനും സന്തോഷം ഇപ്പോൾ ഇരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തുണിയെല്ലാം ആറ്റിക്കിടക്കുക.
അവിടെ കരയ്ക്കടുത്ത് വെച്ചിട്ട് അങ്ങ് പോന്നേ. നിനക്ക് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു ചെറിയൊരു ചിന്ന പ്രശ്നം. പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ അബ്സല്യൂട്ട്ലി നോർമൽ. കാലം മുമ്പോട്ട് പോയി. ആരോ എഴുന്നേറ്റു. ഞാൻ അവിടെ സ്കാനിങ്ങിന് പോയപ്പം ദൈവം ആരാണ്ടൊക്കെ എന്ത് ചെയ്തു, എഴുന്നേൽപ്പിച്ചു. അവർ CA പോയി പറഞ്ഞു കളയരുത്. കാലം മുമ്പോട്ട് പോയി. 2017 അപ്പം മരിച്ചു. 2018 കൺവെൻഷൻ നടക്കുക. ഞാൻ ഇന്ത്യ ദിവസത്തിൽ ശുശ്രൂഷ, ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുക. അപ്പോൾ അന്ന് കോവിഡിന് മുമ്പാണ്. അപ്പോൾ ഒരു 10-30-35 വർഷമായിട്ട് ന്യൂ ഇന്ത്യ ദിവസത്തിലെ കൺവെൻഷൻ്റെ ഫുഡിൻ്റെ ചാർജ് അപ്പയ്ക്കാണ്. അപ്പോൾ ക്ഷീണമായപ്പം തൊട്ട് ഞാനും കൂടെ കൂടും. അപ്പോൾ അതൊരു നമ്മുടെ ഒരു നിയോഗം പോലെ ചെയ്യുന്ന. അപ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു വാശി, പ്രായത്തിൻ്റെ അപക്വതയൊക്കെ ഉണ്ടെന്ന് വെച്ചു. കുറയ്ക്കരുത്, അപ്പൻ്റെ ദൗത്യമാണ്. അപ്പം മരിച്ചു പോയി, ഇനി അത് കുറയ്ക്കാൻ പാടില്ല, നല്ലപോലെ ചെയ്യണം. എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ 3 പോത്തിനെ മേടിച്ച് വീട്ടിൽ കൊണ്ടിട്ട് വെട്ടി. വലിയ ആന പോലത്തെ പോത്തിനെ മേടിച്ചുകൊണ്ട് വന്ന് 3 പോത്തിനെ കൊന്നു. ഞങ്ങളുടെ അയ്യത്ത് തന്നെ ഇട്ട് കൊന്ന് റെഡിയാക്കി. അതിൻ്റെ വാരി കൊണ്ട് എല്ലാവർക്കും ഞാൻ കപ്പയും വാരിക്കറിയും വെച്ച് കൊടുത്തു. ബോട്ടി ഫ്രൈ പറയാം. ഇന്ന് 1 തരം കുടല് ആറ്റിക്കൊണ്ടിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾ പുരട്ടി വറുത്ത് ബോട്ടി കൊടുത്തു. പിന്നെ ഇറച്ചി കൊടുത്തു, ബീഫ് ബിരിയാണി വെച്ച് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് അന്നേരം എന്തോ ഒരു ക്ഷീണം തോന്നി. ചെന്നപ്പോൾ ഡോക്ടർ ഇതെല്ലാം നോക്കി, ബ്ലഡെല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, 6 വർഷം കൊണ്ട് നീ ചത്തു. ഉമ്മ അങ്ങ് പറയുക, നീ 6 വർഷം കൊണ്ട് ചത്തു, ഈ പോക്ക് പോയാ. പക്ഷെ നിന്നെ എനിക്കൊരു 30 വർഷം ജീവിപ്പിക്കണമെന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ നീ ചാകത്തില്ല. ഞാൻ എന്തോ ചെയ്യട്ടെ? അദ്ദേഹത്തെ കണ്ണ് കളഞ്ഞ് ഇറച്ചി തിന്നരുത്, മുട്ട തിന്നരുത്, മീൻ തിന്നരുത്, പയർ തിന്നരുത്, പരിപ്പ് തിന്നരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. പിന്നെ എന്തോ കഴിക്കാം? വെണ്ടയ്ക്ക കഴിക്കാം. കുറേ കാര്യമൊക്കെ പറഞ്ഞു. എല്ലാം ഞാൻ കേട്ട്. എന്നിട്ട് പറഞ്ഞു, ഇത്ര അത്യാവശ്യം കുറച്ച് മരുന്ന് കഴിക്കുക, ഒന്ന് സൂക്ഷിക്കുക, 2 ആഴ്ച കഴിയുമ്പോൾ ഫുൾ സ്കാനിങ്, അതെ ഇത് എല്ലാം ചെയ്യണം. ശരി, ഏറ്റു. എനിക്കങ്ങ് സങ്കടം വന്നു പ്രിയരെ. നമ്മൾ പ്രത്യാശയൊക്കെ ഉണ്ടെങ്കിലും 6 വർഷം കൊണ്ട് ചത്തു എന്നൊക്കെ പറയും. എൻ്റെ ചമക്ക് പേടിയായി. നമ്മളുള്ളോ പറയണമല്ലോ. നമുക്ക് ചാകാൻ പേടിയില്ലെങ്കിലും ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഇല്ലേ? പിള്ളേരെയൊക്കെ ഒന്ന് ഉറക്കത്തില്ലേ? അപ്പം ഞാനിങ്ങനെ വന്നിട്ട് എൻ്റെ അന്നേരം ഒരു ജീപ്പാണ്. ഞാൻ എൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് ഒരു തണുപ്പത്ത് കൊണ്ടിട്ടു. അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒരു കണ്ടെത്തുമ്പോൾ ഒരു 10 കൊണ്ട് അവിടെ ശാന്തമായിട്ട് കയറിയിട്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു മാന്യതയൊക്കെ വേണ്ടേ? അല്ല, നമ്മൾ ഈ ദൈവം എന്നൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ കൊണ്ടൊരു ഡീസൻറ്റ് വേണ്ടേ എല്ലാ കാര്യത്തിലും? ഞാൻ കർത്താവിൻ്റെ വർത്തമാനം പറയാം. 3 പോത്തിനെ വെട്ടി തീറ്റിച്ചു. 3 പോത്തിൻ്റെ പൈസ ഇനും കൊടുക്കണം. ഞാൻ 1 വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം. കടം വിട്ടണ്ടേ? ഇതെല്ലാം കടമാണ്. നമ്മൾ വാശിക്ക് ചെയ്യുന്ന വാശിയല്ല, ഒരു ആവേശം. വാശി ആരോടാ? ആവേശം. അപ്പോൾ എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ കർത്താവ് പറ്റി അത് മോശമല്ലേ? എനിക്ക് കഴിക്കണം എന്നൊന്നും ഇല്ല, പക്ഷേ എന്തോ ചെയ്യരുത്, കഴിക്കരുതെന്ന് എന്നോട് പറയരുത്. എന്നെ കാണിച്ച് ഇത് സങ്കടം വരത്തില്ല അപ്പച്ചാ? അല്ല, അത് ശരിയാണോ? അല്ല, നിങ്ങൾ പറ, അത് ശരിയാണോ? ന്യായമായിട്ടത് ശരിയാണോ? അപ്പം ഞാൻ ദൈവത്തോട് ന്യായമൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞു എൻ്റെ സങ്കടം എല്ലാം പറഞ്ഞ് ഞാൻ വീട്ടിൽ. ഞാൻ ആരോടും അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ഈ വിഷയം പറഞ്ഞില്ല. ഞങ്ങളുടെ ഈ ഉപദേശന്മാരുടെ വലിയൊരു സങ്കടം നിങ്ങൾക്കറിയാം. വിശ്വാസികൾക്കെല്ലാം പ്രശ്നം വന്ന് ആരോട് പറയും? വിശ്വാസിയും ഭാര്യയും കൂടെ വഴക്കുണ്ടായ ആരോട് പറയും? പാസ്റ്ററും ഭാര്യയും കൂടെ വഴക്കുണ്ടായ ആരോട് പറയും? ദൈവത്തോട് പറയും. സത്യപ്പച്ച ദൈവത്തോട് പറയാം. അല്ല, എല്ലാ കാര്യവും എല്ലാവരും പാസ്റ്ററോട് പറയും. പാസ്റ്റർ ആരോട് പറയും? മനുഷ്യനോട് പറയാൻ നോക്കുമോ? പാസ്റ്ററുടെ സങ്കടങ്ങൾ വിശ്വാസികളോട് പറയില്ലെന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള അഭിപ്രായം. പറഞ്ഞ 8ൻ്റെ പണി കിട്ടും, അവസരം വരും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാമോ മക്കളെ? 4ൻ്റെ പണിയാണെങ്കിൽ ഇതുവഴി ഇറങ്ങി വരാം, 5ൻ്റെ പണിയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരാം. 8ൻ്റെ പണി കിട്ടിയാൽ ഇതുവഴി ഇറങ്ങി വരും. ഔട്ടാകാൻ ഒക്കാത്ത പണിയുടെ പേരാണ് എന്ത്? 8ൻ്റെ പണി. അപ്പം എനിക്കൊക്കെ സങ്കടമല്ല. 2 ആഴ്ച കഴിഞ്ഞ് വരണ്ടേ? അപ്പം നാളെ പിറ്റേ ദിവസം സ്കാനിങ് ഉണ്ട്. ഞാൻ ആരെയും ധൈര്യക്കുറവൊന്നും കാണിക്കത്തില്ല, ആരോടും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞില്ല, കാരണം പേടിപ്പിക്കണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. സങ്കടമുണ്ട്, നല്ല സങ്കടം. ഇല്ലെന്ന് പറഞ്ഞ കള്ളം. പ്രത്യാശയൊക്കെ ഉണ്ടെങ്കിലും നല്ല സങ്കടമുണ്ട്. ഞാൻ മനുഷ്യനല്ലേ. 4 മണിക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ശരിക്കും
ബോംബെയിലൊരു അപ്പച്ചനുണ്ട്, ഇത്രയും താടിയുണ്ട്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നൊരു സ്റ്റൂൾ ഇട്ടിരുന്നു. ഞാൻ കാണുക, ശരിക്കും ഞാൻ കാണുന്ന പോലെ കാണുക. എന്നിട്ട് ഈ അപ്പച്ചൻ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എന്നെ ഒന്ന് തൂത്തു, ഒരു എണ്ണയൊക്കെ എടുത്ത്. മോനെ, ഞാനുണ്ടാ ഇവിടെ, നിനക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കൊക്കെ സമാധാനം പോലെ തോന്നി. ഞാൻ ഉണർന്നു. സ്വപ്നമല്ലേ. ഞാൻ പോയി ആശുപത്രി ചെന്ന് സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഈ അച്ചാനെ ഫോൺ ചെയ്തു. ഈ അച്ചാനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണാം, നിനക്ക് വേണ്ടി ഞാൻ ഇത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതെൻ്റെ ദിനചര്യയിൽ നീയുണ്ട്, ദൈനംദിന പ്രാർത്ഥന. ആ ഒരു ബന്ധമേ ഉള്ളൂ. ഞാൻ ഈ അപ്പച്ചനെ വിളിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ പ്രിൻസല്ലേ, റാന്നില്ലേ? 4 മണിക്ക് ഞാൻ നിൻ്റെ മുറി വന്നായിരുന്നടാ. ഈ ആ മനുഷ്യൻ എന്നോട് പറയാ, 4 മണിക്ക് ഞാൻ നിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. അതിൻ്റെ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്നോട് ചോദിക്കരുത്, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെ ആത്മമണ്ഡലത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു ഭാഷയായിരിക്കാം. പക്ഷെ ആ സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടു, എൻ്റെ അടുക്കൽ പുള്ളി വന്ന് പ്രാർത്ഥിക്കും. പ്രിയരെ, അബ്സല്യൂട്ട്ലി നോർമൽ. ഞാൻ ഓർത്തു, ഈ ബിക്ക് വേണ്ടി ആ 4 മണിക്ക് എഴുന്നേറ്റ്, ഞാൻ അറിഞ്ഞു പോലുമില്ല. അങ്ങനെ എത്രയോ പേര് എഴുന്നേറ്റത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നേ. ബിക്ക് വേണ്ടി എഴുന്നേറ്റു. എന്നിട്ട് എവിടെ പോയി? സിയുടെ അടുത്ത് പോയി. നാം അറിയാതെ എത്രയോ പേർ നമുക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. ആത്മമണ്ഡലത്തിൻ്റെ അത്ഭുതങ്ങളത്. നാം അറിയാതെ ഒത്തിരി പേര് എഴുന്നേൽക്കും. ആർക്ക് വേണ്ടി? ബിക്ക് വേണ്ടി. പഞ്ഞം പറയാൻ നിൽക്കുകയല്ല കേട്ടോ, അങ്ങനെ പഞ്ഞമുള്ള ഒരാളുമല്ല ഞാൻ, സത്യം. എന്നാലും മനുഷ്യന് ഈ അപ്സ് ആൻഡ് ഡൗൺസ് വരും. ചിലപ്പം പൈസ കാണും, ചിലപ്പോൾ എന്ത് കാണത്തില്ല, പൈസ കാണത്തില്ല, അല്ലേ? പരമാർത്ഥം. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കും. കഴിഞ്ഞ വർഷം കുഞ്ഞിൻ്റെ സ്കൂൾ കോളേജിൽ ചേർക്കണം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വൈകിട്ട് പോകണം, പൗർഷന് പോകണം, ഇങ്ങനെ ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് പൗർഷൻ എഴുന്നിട്ട് പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഉറക്കത്തിൽ വിളിച്ച് വെച്ചു, അച്ഛാ ഇന്ന് രാത്രി വെളുപ്പിനെ പോയി കോളേജിൽ പോകണം, കോയമ്പത്തൂർ പോകണം. അപ്പോൾ അങ്ങനെ ആണെങ്കിലേ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നാളെ തൊട്ട് അച്ഛൻ കുറച്ച് ദിവസത്തേനും ഇവിടെ ഇല്ല, പിന്നെ തിരിച്ചു വരുമ്പോഴത്തേനും അഡ്മിഷൻ കഴിയും. അപ്പോൾ ഇന്ന് രാത്രി പോകണം, എന്നാലേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, പോണേ പൈസ വേണ്ടേ? അത് പറഞ്ഞൊരു കാര്യം, പിന്നെ പോകാനൊക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പോഴത്തേനും അഡ്മിഷൻ ക്ലോസ് ആകും. ഞാൻ പറഞ്ഞേ ഹോവായിരേ. ഞാൻ പിന്നെ കിടന്നുറങ്ങി എഴുന്നിട്ട് പൗർഷനിൽ പോയി. പൗർഷനി ഇരിക്കുമ്പോൾ എന്നെ ചർച്ചയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഒരമ്മച്ചി വിളിക്കുന്നു, ചെങ്ങന്നൂരാ, ഒരമ്മച്ചി വിളിക്കുന്നു, കാണണം, അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയും. ഞാൻ അവിടെ ചെന്നപ്പം 92 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചിയാണ്. ഞാൻ എന്തിനാ അമ്മച്ചി വിളിക്കുന്നേ? അല്ല, പ്രിൻസിപ്പാളിൻ്റെ മോനെ ചേർത്തോ? ഇല്ല മോനെ, അമ്മച്ചിയാ കുഞ്ഞിനെ പഠിപ്പിക്കുന്നേ. അമ്മച്ചി ഒരു അവരുടെ ഫാമിലി ഒരു ബ്രാഹ്മൺ ഭാഗത്തു നിന്നൊക്കെ വന്നാണ്, മൊത്തമക്കാരാണ് ഇപ്പോഴും. ഞാനാണ് അമ്മച്ചിയാണ് മോനെ, അതിൻ്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. അപ്പം അമ്മച്ചി എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോണം. അങ്ങനല്ല, എന്നോട് കർത്താവ് ഇന്നലെ രാത്രി വന്ന് പറഞ്ഞു, മോനെ പഠിപ്പിക്കണം, ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. ഫീസ് അടച്ചു. അമ്മച്ചിക്ക് എത്ര വയസ്സ്? 92. എന്നെ അതൊന്നുമല്ല അത്ഭുതപ്പെടുത്തി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അമ്മച്ചിയെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറയാം, എനിക്കിനി മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് കൂടെ ജീവിക്കണം. ഞാൻ ചോദിച്ചു, അതെന്നാ? എൻ്റെ അച്ചായൻ്റെ പെൻഷൻ കൊണ്ടാണ് മോനെ പഠിപ്പിക്കുന്നത്, അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ പെൻഷനുണ്ട്. ഞാനിവിടെ മരിച്ചാൽ ഇനി എന്ത് കിട്ടത്തില്ല, പെൻഷൻ കിട്ടത്തില്ല. അന്നേരം പിന്നെ മോനെ ഫീസ് അടയ്ക്കുന്നത് എങ്ങനെ? ഒറ്റക്കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കാവൂ. ആരാന്നറിയാത്തൊരമ്മച്ചി, വെറും 2 വർഷത്തെ പരിചയമുള്ളൊരമ്മച്ചി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആരും അല്ലാത്ത എൻ്റെ മോൻ്റെ ഫീസ് അടച്ചിക്കാൻ എത്രയോ ബീഗയ്ക്ക് വേണ്ടി എത്ര ഏക്കർ എഴുന്നേറ്റ്. എന്നിട്ട് അവർ അർദ്ധരാത്രി പോയി, എവിടെ? സിയുടെ എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു, ബിക്ക് വിശക്കുന്നുണ്ട്, ബിക്ക് വേണ്ടി എഴുന്നേക്കണം, ബിക്ക് വേണ്ടി എഴുന്നേക്കണം. അതാണ് പ്രാർത്ഥന. ഈ എളിവന് വേണ്ടി ആരെല്ലാം എഴുന്നേറ്റിട്ടുണ്ട്. എത്രയോ സാക്ഷ്യങ്ങൾ
ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയ സാക്ഷ്യങ്ങളുടെ പരമ്പരകളായിരിക്കും. ഒരു ദിവസം ഞാൻ കോഴഞ്ചേരി വഴി വരികയാണ്. 2004 എൻ്റെ ഇളയ കുഞ്ഞിന് 3 മാസമേ പ്രായമുള്ളൂ. ഞാൻ വണ്ടി ഓടിക്കുന്നു, ഭാര്യ ഇടിക്കുന്നു. അന്ന് കുഞ്ഞു മടിയിരിപ്പുണ്ട്. അന്ന് സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല, സീറ്റ് ബെൽറ്റ് കമ്പൽസറി ഒന്നുമല്ല. എന്നിട്ടും എനിക്കങ്ങ് തോന്നി അവളെയും കുഞ്ഞിനെയും കൂടി ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു. അപ്പോൾ അവളെന്നോട് ചോദിച്ചു, വീടെടുക്കാറായി, ഇനി എന്തിനാ സീറ്റ് ബെൽറ്റ്? ഞാൻ പറഞ്ഞു, നല്ല ഗമയല്ലേ കാണാൻ. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. ഗ്ലാസ് താന്ന് കിടക്കുക. ഉറങ്ങിപ്പോയ എൻ്റെ കാറി എന്ന് ഒരു കുഴിയും മറിഞ്ഞു. അത്ഭുതം, സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതുകൊണ്ട് കുഞ്ഞ് തെറിച്ചു പോയില്ല. എഴുന്നേൽപ്പിച്ചു. നാട്ടുകാരെല്ലാം ഓടി വന്നു. ചെറിയ മാരുതിക്കാരായതുകൊണ്ട് എല്ലാവരും കൂടെ പൊക്കിയെടുത്തു. പക്ഷെ എൻ്റെ കുഞ്ഞിങ്ങനെ സീറ്റേ ഉടക്കി കിടന്നു. ഒന്നും പറ്റിയില്ല. ഞാൻ ചർച്ച വന്ന് ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു സാധു അമ്മച്ച് പറഞ്ഞു, എത്ര മണിക്കായിരുന്നു? 3 മണിയാണ്. മിറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, പ്രിൻസ് മാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ചൂലവിടെ പോയി വെച്ചിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കൊരു കർത്താവിനെ അറിയാം. ഈ ബിക്ക് വേണ്ടി എത്ര ഏകൾ എഴുന്നേറ്റ് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഒന്ന് സന്ധ്യ പറയട്ടെ, എഴുന്നേക്കണം. ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുമ്പോൾ ആർക്ക് എഴുന്നേക്കാനൊക്കും? ഈ അവരൻ്റെ വേദന മനസ്സിലാക്കുന്നവൻ എഴുന്നേക്കും. അവന് 3 അപ്പം അവന് വിശക്കുന്നുണ്ട്. അവന് വേണ്ടി എഴുന്നേക്കാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച്. വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞോന്ന് എനിക്കറിയില്ല, പക്ഷേ ബിക്ക് വേണ്ടി എന്നെ എഴുന്നേൽപ്പിക്കണേ, സീരെടുത്ത് പോകാൻ. എൻ്റെ ഉറക്കത്തിൽ നിന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ആർക്ക് വേണ്ടി? ബിക്ക് വേണ്ടി. സീരെടുത്തിയല്ല. 1000 അനുഭവങ്ങളുടെ കെട്ടുമായിട്ട് ഞാൻ പറയും, എത്ര പേരെനിക്ക് വേണ്ടി എഴുന്നേറ്റു പ്രാർത്ഥിക്കാൻ. എത്രയോ പേർക്ക് വേണ്ടി ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. റീസെൻ്റായിട്ടൊരു സംഭവം നടന്നു. പാവം പിടിച്ച കുറേ വീടുകൾ, അവരെല്ലാം സാധുക്കളായവർ, അധ്വാനിക്കുന്നവരാ, രാവിലെ ജോലിക്ക് പോകേണ്ടവരാ. ആത്മപൂർണ്ണം ഭ്രാന്തനാന്നൊക്കെ പറയും. സത്യ. പാതിരാത്രിക്ക് എനിക്കൊരു ഭ്രാന്ത്. ഞാൻ അവിടെ ചെന്നു 12 മണിക്ക്. എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്തിനാ? പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവരോർത്ത് കണ്ട് ഉപദേശിച്ച് പ്രാർത്ഥിക്കാൻ വന്ന. ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോണേ, അഥവാ ഞാൻ ഉറങ്ങിയാലും നിങ്ങൾ നിർത്തരുത്. ഞാനവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഇവരാണ് എന്നെ ഇറക്കി വിടാനും വയ്യ, ഞാനൊട്ട് പോകുന്നുമില്ല. ഇവർക്ക് രാവിലെ ജോലിക്കും പോകണം. ഈ ചേച്ചി എഴുന്നേറ്റ് രാത്രിയിൽ ഏതാണ്ട് ചെന്നപ്പോൾ അലറിക്കൊണ്ട് വരുന്നു. അവർ കിടന്ന കട്ടിലെ കരിമൂർക്കം വടകൂട്ടിയിരിപ്പുണ്ട്. പാതിരാത്രിക്ക് ഞാൻ എഴുന്നേറ്റ് ചെല്ലും അവരെ ഉണർത്താൻ. ഉണർത്തിയില്ലായിരുന്നെങ്കിൽ തിരിഞ്ഞ് മറിയുമ്പം കൊത്തു കിട്ടിയതിനെ, ചത്തുപോയതിനെയല്ല. ആരാ എന്നെ അവിടെ വിട്ടേ? ആരാ എന്നെ അവിടെ വിട്ടേ? ഇതാണ് ദൈവസഭ. പരസ്പരം അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ നെറ്റ്വർക്ക്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ചെയിൻ. കർത്താവേ, ബിക്ക് വേണ്ടി എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ. ഞാൻ അറിയാത്ത ചിലർക്ക് വേണ്ടി ചിലപ്പം പ്രാർത്ഥിക്കാൻ പറയും. എഴുന്നേക്കാൻ എനിക്കിഷ്ടമാണ്. ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചാൽ മതി. ആ ഭാരം തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊന്ന് കരം ഉയർത്തിക്കേ. ഒന്ന് പ്രാർത്ഥിച്ച് ഒരാൾക്ക് വേണ്ടിയെങ്കിലും ഈ കൊച്ചായുസിൽ എൻ്റെ ഉറക്കം ഒന്ന് കളയാൻ, ഒന്ന് എഴുന്നേക്കാൻ. അവരറിയണമെന്നില്ല, പേര് വേണ്ട, അക്നോളജ്മെൻറ്റും വേണ്ട, പക്ഷേ എനിക്ക് എഴുന്നേക്കണം. കാരണം എനിക്ക് വേണ്ടി ഒത്തിരി പേര് എഴുന്നേറ്റു. നിങ്ങൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ, നമ്മളറിയാത്ത ഒത്തിരി പേരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പലതും നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആർക്കൊക്കെ വേണ്ടി ഒന്ന് എഴുന്നേൽക്കണം അറിയാതെ. പിന്നൊന്ന് പ്രാർത്ഥിക്കണം, പരീക്ഷ പ്രവേശിപ്പിക്കരുതേ. അതിനുള്ള ശക്തിയൊന്നുമില്ല. പരീക്ഷയെ പ്രവേശിപ്പിക്കരുത്. ദൈവമേ, അങ്ങയുടെ നാമം ദൂഷിക്കല്ലേ.
ഞങ്ങളുടെ ലൈഫിൽ അങ്ങയുടെ ഹിതം മാത്രമേ നടക്കാവേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളവർ നിങ്ങൾക്ക് ദൈവം നിയോഗം തരുന്ന ആളുടെ അടുക്ക പോയി പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിയോഗം വേറൊരാൾക്ക് വേണ്ടി ദൂരെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്നെ പോറ്റി